ഈ ഒരു കമൻറ്റ് എനിക്ക് വന്നതാണ്. അപ്പോൾ ഇതിനൊരു വീഡിയോ ചെയ്താൽ അത് എല്ലാവർക്കും പ്രയോജനപ്രദമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആദ്യം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ, ശിവഭക്തി എന്ന് പറയുന്നത് ആത്മാവിനെ തേടിയുള്ള ഒരു യാത്രയാണ് കേട്ടോ. നമ്മുടെ ആത്മാവിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ ശിവഭക്തി പൂർണ്ണമാവുകയുള്ളൂ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സ്വാർത്ഥമായ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമുള്ള ഒരു വഴിപാടല്ല ഭഗവാനോടുള്ള ഭക്തി. അത് നമ്മൾ തിരിച്ചറിയുന്ന ഒരു യാത്രയാണ്. അതാണ് ശരിയായ ഒരു ആത്മീയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ഇതേപോലെ സംശയമുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കും ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമല്ലേ? അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കണം. തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ വീഡിയോയിൽ അങ്ങനെ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സാധാരണയായി എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ടല്ലേ, ഇപ്പോൾ എനിക്ക് വന്ന ഈ ഒരു കമൻറ്റിൽ കൂടെ അതാണ് കാണുന്നത്. ശിവഭഗവാൻ കഷ്ടങ്ങളെ കൊടുക്കുന്നവരാണ്, അതല്ല നിറയെ പരീക്ഷിക്കുന്നവരാണ്. അങ്ങനെ പറയുന്നവരോട് ഉള്ള ഒരു ഇതാണ്. സത്യത്തിൽ ഭഗവാൻ കഷ്ടങ്ങളെ തരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളായിട്ട് വിചാരിക്കുന്നതാണോ എന്നതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഈ വീഡിയോ. അപ്പോൾ സാധാരണ ജീവിതത്തിൽ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് സുഖം, ഇനിയൊന്ന് ദുഃഖം. ഈ രണ്ടിനും ഇടയിലുള്ള ഒരു ജീവിതം ഉണ്ടാവാൻ ഒരു മനുഷ്യർക്ക് സാധ്യതയുണ്ടോ? ഒന്നുകിൽ ദുഃഖം അധികമായിരിക്കും, ഇല്ലെങ്കിൽ സുഖം അധികമായിരിക്കും. അപ്പോൾ മനസ്സ് ഇതിൽ രണ്ടിലും അകപ്പെട്ടാണ് നമ്മൾ വിഷമിക്കുന്നത്, നമ്മൾ മനുഷ്യരെല്ലാവരും. അതിനാൽ അതിലിരുന്ന് വെളിയിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രയാസമാണ് അല്ലേ. ഒരു പക്ഷേ വെളിയിൽ വന്നാൽ തന്നെയും സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കാണാനുള്ള ഒരു പക്വത വരുന്നുണ്ടോ, ഇല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കത് ഒരു ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. അപ്പോൾ ഭഗവാനെ വിളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, എങ്കിലും ആ ഭഗവാന്റെ മേലെയുള്ള ഒരു അവിശ്വാസം, ഒരു വിശ്വാസക്കുറവ്. ശരി, ഇപ്പോൾ ഇതിനും ശിവഭഗവാനും എന്താണ് ബന്ധം എന്ന് നോക്കുമ്പോൾ, ഈ ദൈവ വഴിപാട്ടിലിരിക്കുന്നവർ എന്താണെന്ന് പറയുന്നതെന്നാൽ, ദൈവത്തെ വിശ്വസിച്ചാലാണ് നമ്മൾക്ക് കഷ്ടങ്ങൾ ഒന്നിനു മേലെ ഒന്നായി വരുന്നതെന്ന വാക്ക് നിറയെ പേരത് പറയുന്നുണ്ട് അങ്ങനെ അല്ലേ. ഈ കമൻറ്റ് കൂടെ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ചൊല്ല് കേട്ടിട്ടില്ലേ, ഇരുമനസ്സുള്ളവനെ ദൈവം പോലും കൈവിടുമെന്ന്. അങ്ങനെയുള്ളവനെ ദൈവത്തെ കൊണ്ട് പോലും രക്ഷിക്കാൻ പറ്റില്ല. അവരെ ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് കഷ്ടം വരുന്നോ എന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും അവിടെയും കഷ്ടം വരും. എന്താന്നാൽ ചിലർ പറയും ദൈവമുണ്ടോ അതോ ഇല്ലയോ. അങ്ങനെ സംശയം പറയുന്നവർക്ക് കഷ്ടമില്ലേ? അവിടെയും കഷ്ടങ്ങളുണ്ട്. മനുഷ്യർക്ക് മാത്രമാണോ കഷ്ടം വരുന്നതെന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ മൃഗങ്ങൾക്കും പക്ഷി മൃഗാദികൾ എല്ലാവർക്കും ഉണ്ട്. മൃഗങ്ങൾക്ക് ചില സമയം ഭക്ഷണം കിട്ടാറില്ല, ചെടികൾക്ക് ചില സമയം വെള്ളം കിട്ടാറില്ല. അങ്ങനെ എല്ലാം നോക്കിക്കോളൂ, എല്ലാ ഉയിരിനങ്ങൾക്കും കഷ്ടനേരം എന്നൊന്നുണ്ട്. അതെല്ലാം മനസ്സെ സംബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആവശ്യങ്ങൾക്കനുസരിച്ചാണ് അതിൽ പ്രശ്നങ്ങൾ വരുന്നത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം, അതായത് ഞാൻ ഈ കഷ്ടപ്പെടുകയാണ് എന്നതിൻ്റെ കാരണം ആരാണ്? അപ്പോൾ അത് നോക്കുമ്പോൾ ശിവഭഗവാനല്ല, അതല്ല നിങ്ങൾ വിളിക്കുന്ന ഒരു ദൈവങ്ങളുമല്ല, നിങ്ങളുടെ മനസ്സാണ്. മനസ്സ് പല ആലോചനകളിൽ നിറഞ്ഞതാണെന്ന് നമ്മൾക്കറിയാം. നിറയെ ആലോചനകൾ എനി ടൈം ഓടിക്കൊണ്ടേയിരിക്കും മനസ്സിലൂടെ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നിങ്ങളുടെ മനസ്സിൽ പല വിചാരങ്ങൾ വരുന്നില്ലേ? പെട്ടെന്ന് ഓരോ ചിന്തകളും മാറി മാറി വരുന്നില്ലേ? ചില സമയം കേട്ട വിഷയം കൂടി മറന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ മനസ്സാണ് എല്ലാത്തിനും കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നികഴ്കാലത്തിൽ എന്താണ് നടക്കുന്നതെന്നറിയാൻ കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷമുള്ളവരായി നമ്മളെ കൊണ്ടിരിക്കാൻ പറ്റും. അതെന്താണ് അങ്ങനെ പറയുന്നതെന്നാൽ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സംസാരത്തിൽ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിരിക്കുന്നു. ഇതിലെന്താണ് പറയുന്നതെന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നികഴ്കാലത്തിലാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മനസ്സ് അങ്ങനെ ഇരിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമല്ലേ അത്. അപ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണെന്നാൽ, ഒരേ ഇടത്തിലിരിക്കുകയില്ല. നമ്മൾ എവിടെ ഇരിക്കുന്നുവോ ആ ഇടത്തെ പറ്റിയോ ആ സാഹചര്യത്തെ പറ്റിയോ ആലോചിക്കില്ല. മറിച്ച് കഴിഞ്ഞ കാലത്തെ പറ്റിയോ വരാനുള്ളതിനെ പറ്റിയോ ആലോചിക്കും. ടെൻഷൻ അടിക്കും. അയ്യോ അങ്ങനെ ആ കാര്യം ചെയ്യണ്ടായിരുന്നു, തെറ്റായിപ്പോയല്ലോ അത് ചെയ്തത്.
അതുകൊണ്ടല്ലേ ഇങ്ങനെ ആയത്. ഇനിയെങ്കിലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതേപോലെ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്നതിനെക്കാട്ടിൽ ബെറ്ററായിട്ട് ജീവിക്കണം. എല്ലാവരും എന്നെപ്പറ്റി നല്ലത് പറയണം. ഇങ്ങനെ വരാനുള്ള കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധയും അതിനെപ്പറ്റിയുള്ള ചിന്തകളും ഉണ്ടാവുന്നത്. ഈ രണ്ടിനും ഇടയിൽ അല്ലാതെ നികഴ്കാലത്തിൽ ഇരിക്കാൻ ഒരു കാരണവശാലും സാധിക്കുന്നില്ല. ഒരു മനുഷ്യൻ നികഴ്കാലത്തിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് അവന് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ആ നികഴ്കാലത്തിൽ നിർത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ശാന്തത അനുഭവപ്പെടും. അതിനൊന്ന് ശ്രമിച്ചു നോക്കുക. അതിനാണ് ധ്യാനമെടുക്കുന്നത്. അത് മനസ്സിനെ ശാന്തമാക്കുക. മനസ്സിനെ ശാന്തമാക്കുമ്പോൾ നമ്മൾക്ക് ഏത് സാഹചര്യത്തിലും ആ സത്യങ്ങളെ മനസ്സിലാക്കി ഇരിക്കാൻ പറ്റും. അപ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഒരു സന്തോഷമായ ജീവിതം നയിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നുള്ള ഈ അമ്പലങ്ങളിലൊക്കെ പോകുന്നതും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വഴിപാട് കഴിക്കുന്നതൊക്കെ ഒരു ആത്മീയ സംബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആത്മീയം എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവിനെ നമ്മൾ തേടുന്നതാണ് ആത്മീയത. ആത്മാവിനെ തേടണം. തേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കണം. ആ ശാന്തമാക്കി ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ബോധവാന്മാരാകുന്നത്. ഇപ്പോൾ ഈ ധ്യാനമൊക്കെ എടുക്കുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിലൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ട്. ഈ മെഡിറ്റേഷൻ എടുക്കുന്നുണ്ട്. ഈ മെഡിറ്റേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത്? നിങ്ങളെ തന്നെ ഒന്ന് ചോദ്യം ചെയ്യുക. നിങ്ങൾ മെഡിറ്റേഷൻ എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ എടുക്കുന്നതെന്ന് ചിന്തിക്കുക. ഇപ്പോൾ അതിനെപ്പറ്റി നിറയെ പേര് അതിനെപ്പറ്റി തനിയായിട്ടുള്ള നിറയെ വീഡിയോകൾ ഇടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു. ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രപഞ്ചത്തോട് ചോദിക്കുക. ഈ പ്രപഞ്ചത്തോട് ചോദിക്കുമ്പോൾ നമുക്കത് തരും. അപ്പോൾ നമ്മുടെ ആ പ്രപഞ്ചത്തോട് നമ്മൾ ചോദിക്കുമ്പം നമ്മുടെ വിചാരങ്ങളല്ലേ നമ്മൾ ആ പ്രപഞ്ചത്തിന് കൊടുക്കുന്നത്. അതിനനുസരിച്ചല്ലേ പ്രപഞ്ചം നമ്മൾക്കത് തരുന്നത്. അപ്പോൾ ഇതേ പ്രപഞ്ചത്തിന് തന്നെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള വഴികളും തരും. അതാണ് തേടേണ്ടത്. അപ്പോൾ ശരിയായിട്ടുള്ള ഒരു ധ്യാനം എന്താണെന്ന് അതാണ് നമ്മൾ അറിയാനുള്ള കാര്യം. അതാണ് അറിയേണ്ടത്. ഇപ്പം നിറയെ പേര് ധ്യാനത്തെപ്പറ്റി പല വിധത്തിൽ പറഞ്ഞു തരുന്നുണ്ടെങ്കിലും നമ്മുടെ ആത്മാവിനെ തേടാൻ ആരാണ് നമ്മളോട് പറയുന്നത്? ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം നിങ്ങൾക്ക് വേണം. നിങ്ങൾ അപ്പോൾ ആ ഒരു പൊരുൾ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ മാത്രം നിങ്ങൾ സന്തോഷപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടുമ്പോഴാണ് നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നത്. അത് വിചാരിച്ചിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ ആ ഒരു മെഡിറ്റേഷൻ്റെ ശരിയായ പാതയിലല്ല ഇരിക്കുന്നത്. നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ആ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഒരു ധ്യാനത്തിനെ അതിനെ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ കൈവശം വന്നെങ്കിൽ പോലും അതുവഴി വേറൊരു രീതിയിലുള്ള സങ്കടാവസ്ഥയിലേക്ക് നിങ്ങൾ വരേണ്ടി വരും. അതാണ് സത്യം. ആ സത്യങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സത്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഈ ശിവഭക്തിയിലേക്ക് വരുന്നവരെല്ലാവരും അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശിവഭക്തിയിലേക്ക് വന്നാലേ ഭഗവാൻ കഷ്ടങ്ങൾ കൊടുത്ത് നമ്മളെ വാർത്തെടുക്കുകയാണ്. ഉരുക്കി നമ്മളെ വാർത്തെടുക്കുകയാണ്. അപ്പോൾ ലാസ്റ്റിൽ നീ എവിടെ ചെന്നാൽ നിനക്ക് നല്ലത് കിട്ടുമെന്നുള്ള രീതിയിലനുസരിച്ച് അവിടെ കൊണ്ട് എത്തിക്കും. അപ്പോൾ അവിടെ വെച്ചായിരിക്കും നമ്മൾക്കൊരു മാനസാന്തരം ഉണ്ടാകുന്നത്, ഒരു മനസ്സുമാറ്റം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ആ ശരിയായ പാതയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ പ്രപഞ്ചമാണ് നമ്മളിൽ എത്തിക്കുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും തേടി നിങ്ങൾ യാത്രയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സത്യങ്ങളെ മനസ്സിലാക്കുക. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദൈവത്തെ വിളിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ധ്യാനം എടുക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുമ്പോൾ ആ ധ്യാനത്തിനെ പറ്റിയുള്ള ശരിയായ വഴി പറഞ്ഞു തരുന്നത് ആ VMC മലയാളം മെഡിറ്റേഷൻ ചാനലിൽ മാത്രമാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. ഇപ്പം ആ ഒരു മെഡിറ്റേഷൻ എടുത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ ഇരുന്ന അതായത് ഞാൻ വർഷങ്ങൾ മുതലേ ഞാൻ ശിവഭഗവാനെ ധ്യാനിച്ച്, അല്ലെങ്കിൽ ശിവഭഗവാൻ ശരിയായ ധ്യാനമുറ അറിയാത്തില്ലെങ്കിൽ കൂടെ അത് അറിയണം, അതെന്താണെന്ന് അറിയണമെന്നുള്ള ഒരു തേടൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഭഗവാൻ എന്നെ ശരിയായ ഒരു പാതയിൽ കൊണ്ടെത്തിച്ചത്. അവിടെ നിന്നാണ് ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ ആത്മാവിന് എന്താണ് വേണ്ടതെന്നുള്ളത് സത്യം എന്നെ ബോധ്യമാക്കി തന്നു ഈ പ്രപഞ്ചം. ഞാൻ ആരെയാണ് തേടുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അപ്പോൾ മുതൽ ഞാൻ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭഗവാനെ പറ്റി, എൻ്റെ ശിവനെ പറ്റി നിങ്ങളോട് ഇത്രയധികം ഞാൻ വാതോരാതെ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നത്. എൻ്റെ ആത്മാവിനെ ഞാൻ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്.
അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ ആത്മാവിന് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി എന്താണെന്നുള്ളത് ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ സത്യമായിട്ടുള്ള ആ ഒരു ധ്യാനം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ ഭഗവാന് വേണ്ടിയിട്ട് പോയി അർച്ചന കഴിച്ചിട്ടോ ആരാധന കഴിച്ചിട്ടോ ഭഗവാന്റെ ഭക്തയാണെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കണം. ശിവഭഗവാനെ ഭജിക്കുന്നവരെല്ലാവരുമേ ശരിയായ ധ്യാനമുറയിൽ അത് കൈയാളണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ നികഴ്കാലത്തിൽ ഇപ്പോൾ ഈ നടക്കുന്ന ഈ നിമിഷം മാത്രമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത്. കഴിഞ്ഞത് കഴിഞ്ഞു, വരാനുള്ളതും നമ്മൾക്കറിയില്ല എന്താ വരാനുള്ളതെന്ന്. അപ്പോൾ ഈ നിമിഷത്തിൽ നമുക്ക് എന്താണ് നടക്കുന്നത്, അതിൽ നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ? ആ സന്തോഷം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളിലുള്ള ആത്മാവിനെ നിങ്ങൾ തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ, അതായത് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഏത് പ്രശ്നങ്ങൾ വന്നാലും പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറഞ്ഞ ആ ഒരു രീതിയിൽ നമ്മളെ കൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ കൂട്ടുകാരെ, തുടർച്ചയായി ധ്യാനം ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കാൻ പറ്റുകയുള്ളൂ. കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സ് നികഴ്കാലത്തിൽ നിർത്താനാണ് നോക്കേണ്ടത്. എപ്പോഴുമേ മനസ്സിനുള്ളിൽ ഏതെങ്കിലും തെറ്റായ ചിന്തകൾ വരുമ്പോൾ ആ ആലോചനകളെപ്പറ്റി നമ്മൾ മനസ്സിനുള്ളിൽ ഒരു വിചാരണ നടത്തണം. അപ്പോൾ നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന് വെളിയിൽ വരാൻ നമുക്ക് പറ്റും. ഇപ്പോൾ നിറയെ ആളുകൾ എങ്ങനെയാണെന്ന് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ സന്തോഷമാണെന്ന് പറയുകയില്ല. എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോന്നു, ഇങ്ങനെയുള്ള മറുപടിയാണ് ഓരോരുത്തരും പറയുന്നത്. എന്താണെന്നാൽ നമ്മൾക്ക് കിട്ടുന്ന സന്തോഷം കുറച്ചേ ഉള്ളൂ എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ബോധിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, ഇതിൽ കൂടുതലാണ് ഞാൻ ഉദ്ദേശിച്ചത്, അത് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ സന്തോഷമാകുകയുള്ളൂ എന്നുള്ള ഒരു മനോഭാവത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ ചിലരുണ്ട്, ഞാൻ എനിക്ക് എപ്പോഴും അങ്ങ് കഷ്ടപ്പാടാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് രാത്രി 8 മണി വരെ ഞാൻ കഷ്ടപ്പെടുകയാണ് എന്ന് പറയുന്നവരില്ലേ. അപ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നതെന്ന് പറയുമ്പോൾ അതൊരു നല്ല വിഷയമാണ്. പക്ഷേ നമ്മളെന്താണ് വിചാരിക്കുന്നത്, കഷ്ടമെന്ന്. 5 മണിയിൽ നിന്ന് രാത്രി 8 മണി വരേക്കും കഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. അത് കഷ്ടമല്ല. അപ്പം നിങ്ങളുടെ ജോലി ശരിയായിട്ട് ചെയ്തിരിക്കുക. അപ്പം നിങ്ങൾ അവിടെ ആ 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ശരിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ സമയം അത് കഷ്ടമല്ല. പക്ഷേ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്, എനിക്ക് എപ്പോൾ നോക്കിയാലും എനിക്ക് കഷ്ടപ്പാടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു കഷ്ടമല്ല എന്നാണ് വിചാരിക്കേണ്ടത്. നിങ്ങളുടെ ശരീരം ആരോഗ്യമായിട്ടിരിക്കാൻ ദൈവം കൊടുത്ത ഒരു അവസരമാണെന്നാണ് വിചാരിക്കേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ അലസതയോടെ 12 മണി വരെ, പകൽ 12 മണി വരെയൊക്കെ കിടന്നുറങ്ങുന്നവരില്ലേ. അപ്പോൾ ആ കിടന്നുറങ്ങുന്നത് വലിയ സന്തോഷമായിട്ടാണ് മറ്റുള്ള ഈ കഷ്ടപ്പെടുന്ന ഈ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ജോലി ചെയ്യുന്നവർ വിചാരിക്കുന്നത്. അവൻ എന്താ സുഖം, 12 മണി വരെ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റ് നിങ്ങൾ കഷ്ടപ്പെടുന്നു, ആ ആൾ 12 മണി വരെ കിടന്നുറങ്ങുന്നു പകൽ, അയാൾ സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് പറയാൻ പറ്റില്ല. അയാളും കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അയാളും കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ കഷ്ടമെന്ന് പറയുന്നത് അവരവരുടെ ആ ഒരു മനസ്സിനനുസരിച്ചല്ലേ, മനസ്സിൻ്റെ ആ ചിന്തയ്ക്കനുസരിച്ചല്ലേ ആ ഒരു കഷ്ടമാണ് തോന്നുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇപ്പോൾ റോഡിൽ കൂടെ ഒരു 2 പേര് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരു കോടീശ്വരൻ ഒരാൾ സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾ. അപ്പോൾ റോഡിലൊരു 100 രൂപ കിടക്കുന്നു. ഈ പണക്കാരൻ, അതായത് ഈ കോടീശ്വരൻ ആ സാഹചര്യം ഒരു നടന്നു പോകേണ്ട ഒരു സാഹചര്യം വന്ന് നടന്നു പോവുകയാണ്. അപ്പോൾ ഈ 100 രൂപ കാണുമ്പോൾ ഈ കോടീശ്വരൻ അത് കാണുന്നെങ്കിൽ എന്ത് വിചാരിക്കും, 100 രൂപയുള്ളൂ, അതൊരു 1,00,000 രൂപയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിക്കും. അതേസമയം അത് സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ അത് കാണുമ്പോൾ ആ 100 രൂപ കിട്ടുമ്പോൾ ഒത്തിരി സന്തോഷിക്കും. 100 രൂപ കിട്ടിയല്ലോ, അപ്പോൾ അങ്ങനെ പറഞ്ഞ് അത് സന്തോഷിക്കും. അപ്പോൾ അവിടെ ആ ഒരു സന്തോഷം ആ ഒരു 2 പേരുടെയും മനസ്സിൻ്റെ വിഷയമല്ലേ, മനസ്സല്ലേ അതിന് കാരണക്കാർ. 100 രൂപ എന്നുള്ളതിൻ്റെ ആ ഒരു മതിപ്പ് മാറാതെ നിൽക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ അത് ആ 2 പേരും കണ്ടപ്പോഴും ആ 2 പേരുടെ മാനസികാവസ്ഥ 2 തരത്തിലാണ്. അപ്പോഴവിടെ എന്താണത് വന്നത്, എന്തുകൊണ്ടാണ്? ആ മനസ്സിൻ്റെ ചിന്തയ്ക്കനുസരിച്ചല്ലേ അത് വന്നത്. അപ്പോൾ ദൈവം നമ്മൾക്ക് കഷ്ടങ്ങൾ പ്രശ്നങ്ങൾ തരുന്നില്ല. ദൈവം ഒരു രൂപമില്ലാത്ത പൊരുളായിട്ട് നമ്മുടെ മനസ്സിൽ ഉറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മളത് ഉണരണം. അതാണ് മുഖ്യമായ ഒരു വിഷയം ഇതിനകത്ത്.
അപ്പോൾ കൂട്ടുകാരെ, നമ്മളുടെ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സാണ് അതിന് കാരണക്കാർ. മനസ്സിനെ കൺട്രോളിൽ വയ്ക്കുന്ന വിധമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ധ്യാനം. എല്ലാവരും ധ്യാനം പഠിക്കണം. ശരിക്കുള്ള ധ്യാനം എന്താണെന്ന് മനസ്സിലാക്കി അത് പിന്തുടർന്ന് പോരണം. പിന്നെ ഇതിനെല്ലാം കാരണം മനസ്സാണെന്ന് പറയുന്നല്ലോ. അപ്പോൾ ഈ മനസ്സാൽ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഈ മനസ്സെപ്പോഴും ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനുമില്ല. പണത്തിന് മാത്രമല്ല ആഗ്രഹമുള്ള ഒരു മനുഷ്യന്. എല്ലാ കാര്യങ്ങൾക്കും മനുഷ്യൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മനസ്സിനെയാണ് നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കേണ്ടത്. ഈ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ വിളിച്ചു കഴിയുമ്പം ദൈവം അതിനുള്ള വഴികളെല്ലാം കാണിച്ചു തരും. ഇപ്പോൾ ഒരാൾ ആദ്യത്തെ മാസം ജോലിക്ക് കയറി ആദ്യത്തെ മാസം 20,000 രൂപ ശമ്പളം മേടിക്കുന്നു. അപ്പോൾ അവരുടെ ആഗ്രഹം എന്തായിരിക്കും? അടുത്ത വർഷം എനിക്ക് ഒരു 40,000 അല്ലെങ്കിൽ ഒരു 50,000 ഇൻക്രിമെൻ്റ് ഇടത്തില്ലേ എന്ന ഒരു ആഗ്രഹം അവർക്ക് കാണും. ഇപ്പോൾ വീട്ടിൽ ഹസ്ബൻഡ് ഒരു 2 പവനിൽ ഒരു ചെയിൻ എടുത്ത് കൊടുക്കുക. അപ്പോൾ ഭാര്യ വിചാരിക്കും, ഇവരെന്താ ഒരു 5 പവനിൽ എടുത്തു തരാമായിരുന്നില്ലേ എന്നൊരു ആഗ്രഹം. അപ്പോൾ അതിന് മനസ്സല്ലേ അതിന് കാരണം. അതേപോലെ ഒരു അസൂയ. അടുത്തുള്ള ഒരു വീട്ടിൽ അവരുടെ ഭർത്താവ് 5 പവനിലൊരു സ്വർണ്ണ മാല എടുത്തു കൊടുത്തു. എൻ്റെ ഭർത്താവാണെങ്കിൽ ഒരു പൊടി കൂടെ എടുത്തു തരുന്നില്ലെന്ന് പരാതി പറയുന്നവരില്ലേ. അപ്പോൾ അവിടെ ഒരു അസൂയ അവർക്കുണ്ട്, എനിക്കില്ല. അപ്പോൾ അവർക്ക് സ്വർണ്ണമായിട്ട് ഭർത്താവ് എടുത്തു കൊടുത്ത് ഇങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചിന്ത ശരിയാണോ? അതുപോലെ വഞ്ചന. ഒരുത്തനെ എങ്ങനെ മറിച്ചിടാം എന്ന വിചാരമാണ് ഓരോരുത്തർക്ക് എപ്പോഴും ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇവൻ്റെ ഭയങ്കര ഹാപ്പിയാണല്ലോ ഇവർ, ഇതെങ്ങനെ ഇല്ലാതാക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ മനസ്സിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നവർ അവസാനം വരെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുകയില്ല. ഈ ജീവിതത്തിൻ്റെ സത്യങ്ങളെ അവർ ചിന്തിക്കാനേ വഴിയില്ല അവർക്ക്. ഒരു ചാൻസ് ദൈവം കൊടുത്താൽ കൂടെ, ഒരു പ്രപഞ്ചം അതിനുള്ള വഴികൾ മുന്നിൽ കാണിച്ചു കൊടുത്താൽ കൂടെ അവർ ആ വഴിക്ക് പോവുകയില്ല. അതിന് 100 വ്യാഖ്യാനം കൊടുത്തിട്ട് അതിൽ നിന്നെല്ലാം തട്ടിമാറി പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അവരുടെ ആത്മാവ് അവിടെ ബലപ്പെട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അവരിനി ഒരുപാട് കർമ്മങ്ങൾ അനുഭവിക്കാനുണ്ട്. പിന്നെന്താണെന്ന് ചോദിച്ചാൽ, ഒരു വിഷയം ഇപ്പം നിങ്ങൾക്ക് തെറ്റായിട്ട് ഇപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ അത് നടക്കാൻ പാടില്ലായിരുന്നു, ഇല്ല എനിക്കത് പ്രശ്നമായിട്ട് നിങ്ങൾക്കത് ഒരു വിഷയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 2 വർഷത്തിന് ശേഷം അതേ വിഷയം നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നും. ഇപ്പോൾ ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് കുറേ വർഷങ്ങൾക്ക് മുൻപേ ഒരുപാട് സങ്കടം തോന്നുന്ന ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാവും. ആ വിഷയം ഇപ്പോൾ നിങ്ങൾക്ക് ഓർക്കത്തു നോക്കുമ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി അതങ്ങനെ നടക്കാഞ്ഞത് നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കും അല്ലേ. അപ്പോൾ അന്ന് നിങ്ങൾക്കത് സന്തോഷം, അത് സങ്കടപ്പെടുത്തിയതായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ അതൊക്കെ പറ്റി ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിയാണ് വരുന്നത്. അല്ലെങ്കിൽ അത് നല്ലതായിപ്പോയി, അങ്ങനെ നടന്നത് നല്ലതായിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ? ഓർത്തു നോക്കിയാൽ ഏതെങ്കിലും ഒരു ചെറിയൊരു കുഞ്ഞു സംഭവമെങ്കിലും അങ്ങനെ പറയാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കും തീർച്ചയായിട്ടും. അതുപോലെ ജീവിതത്തിൽ എപ്പോഴും കറക്റ്റായിരിക്കണമെന്ന് വിചാരിച്ചാൽ അത് ധർമ്മത്തിൻ വഴിയിൽ ചെല്ലണം നമ്മൾ. ധർമ്മം എന്നാൽ എപ്പോഴും സത്യത്തിന് ഉൾപ്പെട്ടാണ് ഇരിക്കുന്നത്. ആർക്കും ദ്രോഹം ചെയ്യാതെ, ആരെയും വേദനിപ്പിക്കാതെ. അവരും നമ്മളെപ്പോലെയുള്ള ഒരു ജീവനാണ്, അവരും നമ്മളെപ്പോലെയാണെന്ന് വിചാരിച്ച് അവരിലും ഈശ്വരാംശം എന്ന് ഉണർന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖമോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ എന്നൊന്നൊരു വിഷയമോ വരത്തില്ല. വന്നാലും അത് പ്രശ്നമായിട്ട് നമുക്ക് തോന്നത്തുമില്ല. ജീവിക്കുമ്പോഴേ എനിക്കുള്ളിലും ഈശ്വരൻ ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം. അതേപോലെ മറ്റുള്ളവരിലും അതേ ഈശ്വരാംശം തന്നെയാണുള്ളത്. എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ ബന്ധുക്കളുടെയും എൻ്റെ സുഹൃത്തുക്കളുടെയും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അയൽക്കാരുടെയും എല്ലാവരിലും ഇരിക്കുന്നത് ഈശ്വരനാണ്. എല്ലാ ഉയരങ്ങളിലും എല്ലാ ചെടികൊടികളിലും ഈശ്വരനാണുള്ളതെന്ന് തോന്നിയാൽ ജീവിതത്തിൽ ദുഃഖമേ വരില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? നീ ആരാണെന്ന് തേടണം. ആ തേടൽ വരണം നിങ്ങൾ. അപ്പോൾ നമ്മൾ എല്ലാത്തെയും ഈശ്വരനെ കാണാൻ ആരംഭിക്കുമ്പോൾ ആർക്കും ദോഷം വരാൻ നമ്മൾ ആഗ്രഹിക്കത്തില്ല. അങ്ങനെ ആ ഒരു നിലയിൽ വരുമ്പോഴേ മനസ്സെപ്പോഴും നമുക്ക് സന്തോഷമായിട്ടിരിക്കും. മനസ്സിലെപ്പോഴും സന്തോഷം അനുഭവിക്കാൻ പറ്റും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുഃഖം എന്നൊന്ന് ഉണ്ടോ എന്നറിഞ്ഞു വെക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്താണ്, എങ്ങനെ അതിനെ റിമൂവ് ചെയ്യാം എന്ന ഒരു ആത്മവിചാരണ അതിലേക്ക് നമ്മൾ വരണം. അതിലൂടെ മാത്രമേ നമ്മളത് സാധ്യമാക്കാൻ പറ്റുകയുള്ളൂ. അതാണ് ധ്യാനം. ആ ശൂന്യസ്ഥിതിയിൽ മാത്രമാണ് നിങ്ങൾക്ക് പരമാനന്ദം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു നിലയാണത്. ഇരുന്ന് നോക്കണം.
ഒരു 5 നിമിഷത്തിൽ നിന്ന് ഒരു ദിവസം ഒരു 5 മിനിറ്റെങ്കിലും അതിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. അപ്പോൾ ഇപ്പോൾ പ്രശ്നമായിട്ടും ദുഃഖമായിട്ടും കാണുന്ന ഒരു വിഷയം കാലപ്പോക്കിൽ അത് ഇങ്ങനെ കാലങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു നിസ്സാര വിഷയങ്ങളാണെന്ന് തോന്നും. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് ഓർത്തെടുക്കുക. അതേപോലെയാണ് ഇനി വരുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. അപ്പോൾ ദുഃഖവും കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഈശ്വരൻ കൊടുക്കുന്നതല്ല കൂട്ടുകാരെ. ഇതെല്ലാം തരംതിരിച്ച് കാണാനുള്ള ഒരു മനസ്സിനെ തന്നിട്ടില്ലേ ദൈവം. അതിനെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയാൽ ഒരു സങ്കടാവസ്ഥയ്ക്കും സാധ്യതയില്ല. അതിനെ മുറയായി ഉപയോഗപ്പെടുത്തണം. അപ്പോൾ അതെല്ലാം ആ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു യാത്രയാവണം നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ മറന്നിട്ടാണോ നമ്മളതിന് ചെയ്യേണ്ടത്? അങ്ങനെയല്ല. നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതെന്നുള്ള സത്യം മനസ്സിലാക്കണം. അവരിൽ നമ്മൾ കൊടുക്കേണ്ട കടമകളും കർത്തവ്യങ്ങളും എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു ഭാര്യ ഭർത്താവിന് ചെയ്യേണ്ട കടമ എന്താണ്? ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്യേണ്ട കടമ എന്താണ്? ഒരു അച്ഛൻ അമ്മ മക്കൾക്ക് ചെയ്യേണ്ട കടമ എന്താണ്? തൻ്റെ മാതാപിതാ രക്ഷകർത്താക്കൾക്ക് മക്കൾ ചെയ്യേണ്ട കടമ എന്താണ്? ആ സത്യങ്ങളെയാണ് അറിയേണ്ടത്. അത് മനസ്സിലാക്കി കഴിയുമ്പം ഇന്നത് കൊണ്ടാണ് നടന്നതെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്കൊരു പ്രശ്നങ്ങളായിട്ട് തോന്നില്ല. ഓരോരുത്തരും അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ചെയ്യുന്ന ഓരോ മൂഢനമ്പിക്കകൾക്ക് പിന്നാടി പോകാതെ എല്ലാം ഈശ്വരനിൽ അർപ്പണം ചെയ്ത് ഈശ്വരനെ മനസ്സിലാക്കി ഞാൻ ആരാണെന്ന് സത്യം മനസ്സിലാക്കാൻ ശ്രമിച്ച് ഓരോരുത്തരും മുന്നേറുമ്പോൾ ആർക്കും ഒരു പ്രശ്നവും വരില്ല. നിങ്ങൾ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ദൈവത്തെ കാണാൻ പോകാതെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറഞ്ഞ ദൈവത്തിനെ നിങ്ങളുടെ കൂടെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പോ അമ്പലങ്ങളിൽ. ഓക്കെ കൂട്ടുകാരെ, ഈ കമൻറ്റ് ചെയ്ത ആളിന് തീർച്ചയായിട്ടും അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.